എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ഒരു സ്ഥലത്ത് 100 വർഷം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ദിവസം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് പറ്റിയ സ്ഥലമാണോ എന്ന്. ഇന്നാണ് പ്രിൻസിന്റെ ഫ്ലൈറ്റ് ഉള്ളത്. സോ പ്രിൻസിനെ ഇന്ന് കൊണ്ടുവിടണം. സോ നമ്മൾ ഇവരോട് ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അതിനൊരു ബൈ ബൈ എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. ഇനിയും വരണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ വിടുന്നവര്. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു കഥ ഓർത്തത്. 2 കൂട്ടുകാരുണ്ടായിരുന്നു, അരവിന്ദും സാമും. ഇവരുടെ +1 +2 ഒക്കെ ഒരുമിച്ചായിരുന്നു. ഇവർ ഡെയിലി തിരിച്ചു പോകുന്ന ബസ് സ്റ്റോപ്പിൽ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ചായക്കട എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ബജ്ജിക്കട. അവിടെ ഒരു പഴയ ബെഞ്ചും ഉണ്ടായിരുന്നു. ആ ബെഞ്ചിലിരുന്നായിരുന്നു ഇവരുടെ ആഗ്രഹങ്ങളും ഡ്രീംസും കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുവഴി പോകുന്ന ബസ്സും കാറും കുറെ പെമ്പിള്ളാരെയൊക്കെ വായി നോക്കുന്നതൊക്കെ അവിടെയായിരുന്നു. അടുത്തുള്ളവർക്ക് അത് വെറും ഒരു കൂട്ടുകാർ, പക്ഷേ ഞങ്ങൾക്ക് അതൊരു സഹോദര ബന്ധമായിരുന്നു. അന്ന് സ്കൂളിന്റെ അവസാന ദിവസമായിരുന്നു. അതേപോലെ തന്നെ അന്നും വന്ന് ഞങ്ങൾ ചായ കുടിച്ചു. പക്ഷെ അന്നൊരു തീരുമാനമെടുത്തു. ജീവിതത്തിൽ എവിടെയാണെങ്കിലും ഒരിക്കൽ നമ്മൾ ഇവിടെ വരണം, ഒരുമിച്ചിരുന്നൊരു ചായ കുടിക്കണം. കാലം പോയി, ജോലി, വിവാഹം, കുട്ടികൾ എല്ലാം മാറി. എന്നാൽ ഇന്നലെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ ബസ് സ്റ്റോപ്പിലൂടെ പോയി. പഴയ ബെഞ്ചിൽ ഒരാൾ ഒറ്റയ്ക്കിരിക്കുന്നു, കയ്യിൽ 2 ചായ. ഞാൻ സമീപിച്ചു. അവൻ തല പൊക്കി ചിരിച്ചു. ഞാൻ വാഗ്ദാനം മറന്നിട്ടില്ലടാ. ഒരു കോട്സ് ഇല്ലേ, കാലം മാറുന്നു പക്ഷേ യഥാർത്ഥ സൗഹൃദം മാറുന്നില്ല. ടൈം ചേഞ്ചസ്, ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഡസൻറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.